ശ്രീകാന്ത് ഒഡേല തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമ നാനിയുടെ ഏറ്റവും പുതിയ പടം പാരഡൈസ്. അതിൻ്റെ ടീസർ വന്നിട്ട് 6 ദിവസമായി. റിലീസ് സെപ്റ്റംബർ 24 2021 നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കും. 24 ആകുമ്പോഴേക്കും നമുക്ക് വളരെ ആവേശത്തോടുകൂടി കാണാൻ കാത്തിരിക്കാവുന്ന നമ്മുടെ സിനിമ നാനിയുടെ പടം മലയാളത്തിലും അവർ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മലയാളം ടീസറാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത്. നമുക്ക് ടീസർ കാണാം, എന്നിട്ട് ബാക്കി വിശദമായിട്ട് സംസാരിക്കാം. ആരുടേത്? നവീൻ നൂലി എഡിറ്റർ. എന്റെ പ്രിയപ്പെട്ട പാരഡൈസ് നിവാസികളെ, ഈ സർക്കാർ പ്രമുഖർക്ക് വേണ്ടിയുള്ളതാണോ അത് ജനങ്ങൾക്ക് വേണ്ടിയോ? പൊളിറ്റിക്കലാണല്ലോ. കൊടിയെന്ന് പറയാതെ കുടിയെന്ന് പറയുന്ന, അപ്പം മലയാളി അല്ലേ മലയാളം ഡബ് ചെയ്ത്? ഓ, വീട്ടുകാരുടെ കണ്ണേർ, നാട്ടുകാരുടെ കണ്ണേർ, അസൂയക്കാരന്റെ കണ്ണേർ, ഭയം നോടുന്നവന്റെ കണ്ണേർ, കത്തിയെല്ലാം കൂർപ്പിച്ച് രക്തമെല്ലാം തെറിപ്പിച്ച് കണ്ണേറെല്ലാം പോണം. ഒരു വയലൻറ്റ് ആക്ഷൻ പരിപാടി വിത്ത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഗവൺമെൻറ് ആർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്? കാശുള്ളവർക്ക് വേണ്ടിയാണോ, പാവങ്ങൾക്ക് വേണ്ടിയാണോ എന്ന് പറയുന്നൊരു ചോദ്യമൊക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് കറൻറ്റ് ഇന്ത്യൻ പൊളിറ്റിക്സിനെയൊക്കെ വേറൊരു പെർസ്പെക്റ്റീവിൽ നോക്കി കാണുന്ന, ഡയറക്റ്റ് പേരൊക്കെ എടുത്ത് പറഞ്ഞാൽ സെൻസർ ബോർഡിന് ചിലപ്പോൾ മനസ്സിലാവുള്ളൂ. ഇൻഡയറക്റ്റായിട്ട് ഇതുപോലെയുള്ള ഒരു സാങ്കല്പിക ലോകത്ത് ഇങ്ങനെ കഥ നടക്കുന്നു എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചാൽ അവർക്ക് മിക്കവാറും മനസ്സിലാവില്ലല്ലോ. എന്തായാലും അങ്ങനെ ഒരു നിലവിലെ പൊളിറ്റിക്സിനെയൊക്കെ വിമർശിക്കാൻ സാധ്യതയുള്ളൊരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം മറ്റു പല അടയാളങ്ങളുമായി വന്ന് നമ്മളെ ഭരിക്കാൻ വരുന്ന ആളുകളോട് റിയാക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു എലമെൻ്റാണ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അനിരുദ്ധിൻ്റെ മ്യൂസിക്കും ആ മൊത്തം വിഷ്വൽ പരിപാടികളും എല്ലാം രസമായിട്ട് തോന്നി. പക്ഷേ ഈ പറയുന്നൊരു ഭയങ്കര ഫീൽ വന്നിട്ടില്ല. അതായത് ഇത് കാണണം ഞാനിത് പൊളിക്കുമെന്ന് പറയുന്ന ആ ഒരു സാധനം വന്നിട്ടില്ല. ഇപ്പോൾ ആദ്യം കാണിക്കുന്ന മറ്റേ കയ്യിൽ കറങ്ങിയിട്ടുള്ള സാധനമൊക്കെ ആണെങ്കിലും ഇതൊക്കെ റോപ്പിൽ ചെയ്യുന്നതെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തൊരു ഭയങ്കരമായിട്ടുള്ള സാധനമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പുള്ളിയുടെ ഗെറ്റപ്പിലും തുടക്കത്തിൽ കാണുമ്പോൾ ഒരു ചിരി വരുന്നത് തമാശക്കല്ല കേട്ടോ, രസമുണ്ടല്ലോ എന്ന് പറയുന്നൊരു തോന്നലിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു ഭയങ്കര ഫീൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഇത് ജസ്റ്റ് ടീസറല്ലേ, ഇനിയിപ്പോൾ ട്രെയിലർ വരാനുണ്ട്, ബാക്കി അപ്ഡേറ്റ്സ് വരാനുണ്ട്. 24 എന്ന് പറയുമ്പോൾ ഇങ്ങനെ എത്തി. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ട്രെയിലറും മറ്റു കാര്യങ്ങളൊക്കെ വരട്ടെ. നമുക്ക് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം. നിങ്ങൾ ഈ ടീസർ കട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഇത് കാണാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.